വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി മൂസാ നബിയോടും അവരുടെ സമൂഹത്തോടും അക്രമം അഴിച്ചുവിട്ടപ്പോ ഏകാധിപത്യത്തിന്റെ ഭരണം നടത്തിയ സ്വേച്ഛാധിപതിയായി നിലകൊണ്ടതായ ഫിർഔനിനോട് ഒരാൺകുട്ടി എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചോദിക്കുകയാണ്. ചരിത്രം പറയുന്നു ഫിർഔനിന്റെ കുടുംബത്തിൽപ്പെട്ട വ്യക്തി തന്നെയാണ്. അദ്ദേഹത്തെ അല്ലാഹു പരിചയപ്പെടുത്തിയത് റജുലാൻ. وقال رجل مؤمن من آل فرعون يكتم إيمانه أتقتلون رجلا أن يقول ربي الله. ബഹുമാനപ്പെട്ടതാകുന്ന ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽപ്പെട്ടതായ ആൺകുട്ടിയായ ഒരു ചെറുപ്പക്കാരൻ ചുണയോടുകൂടി ചോദിക്കുകയാണ്. 3000 വർഷം മുമ്പ് നടന്നതാകുന്ന സംഭവമാണ്. എന്തിനാണ് പരിശുദ്ധ പ്രവാചകർക്ക് നൽകപ്പെട്ട പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഈ സംഭവത്തെ വിശദീകരിക്കുന്നത്? ആൺകുട്ടികൾ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാവൽ അനിവാര്യമാണ്. തിന്മകൾക്കെതിരെ ശബ്ദിക്കുന്ന ആളുകൾ ഉണ്ടാവൽ അനിവാര്യമാണ്. ഏകാധിപത്യത്തിന്റെ ഭരണം നടത്തി സ്വേച്ഛാധിപതിയായി നിലകൊണ്ട് തന്റെ മുന്നിൽ ഒരാൾ മാളാവാൻ പറ്റില്ല. അന റബ്ബുക്കുമുൽ അഅ്ലാ, ഉന്നതനായ റബ്ബ് ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ കൊന്നൊടുക്കിയിരുന്നതാകുന്ന വ്യക്തിയല്ലോ ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി. തന്റേതാകുന്ന ആളുകളെ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തുകയും വലിയതാകുന്ന സാഹിര്യങ്ങൾ മാരണക്കാരായ ആളുകൾ അവരുടെ കൈവശമുള്ളതാകുന്ന വടികളും അവരുടെ കൈവശമുള്ളതാകുന്ന കമ്പുകളും നിലത്തിട്ടുകൊണ്ട് പാമ്പാക്കി മാറ്റിയപ്പോ മൂസാ നബി അലൈഹിസ്സലാം തന്റെ കയ്യിലിരിക്കുന്ന വടി, മുഅ്ജിസത്തിന്റെ അമാനുഷികമാകുന്ന വടി, അത് നിലത്തിട്ട് മാറുകയാണ്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ വടി തൽസലം വലിയ സർപ്പമായി മാറുകയാണ്. അവരുടേതാകുന്ന മരണക്കാരുടെ സർവ്വ ചെറിയതാകുന്ന വടികൾ നിലത്ത് വീണ് സർപ്പങ്ങളായി നിലത്തൂടി എഴുതുമ്പോ നിലത്തൂടി ഉരുളുന്നതാകുന്ന വലിയ വലിയ പാമ്പുകളെ ബഹുമാനപ്പെട്ടതാകുന്ന മൂസാ നബി അലൈഹിസ്സലാമിന്റെ വടി നിലത്ത് വീഴുകയും പാമ്പായി മാറിയതാകുന്ന ഈ വടി മുഖേന അത് പരിപൂർണമായി വിഴുങ്ങിക്കളയുകയാണ്. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം ആ പാമ്പിന്റേതാകുന്ന വാലിൽ പിടിച്ചപ്പോ പഴയതുപോലെ തന്നെ വടിയായി ബഹുമാനപ്പെട്ടവരുടെ കൈകളിലേക്ക് വന്ന സംഭവം പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു രേഖപ്പെടുത്തുകയാണ്. ഈ സംഭവം കണ്ടതാകുന്ന ഫിർഔന് അതാ അദ്ദേഹത്തിന്റെ കൂട്ടാളികൾ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിനെ കൊണ്ട് വിശ്വസിച്ചപ്പോ അതുവരെ ഫിർഔനിനെ കൊണ്ട് വിശ്വസിച്ചിരുന്ന ആളുകൾ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിന്റെ മുഅ്ജിസത്ത്, അമാനുഷികമാകുന്ന കഴിവ് നേർക്ക് നേരെ കണ്ടപ്പോ അവർക്ക് മനസ്സിലായി സത്യം ബഹുമാനപ്പെട്ട മൂസാ നബിയുടെ കൈകളിലാണ് ഞങ്ങൾ അസത്യത്തിലാണ് നിലകൊള്ളുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കാതിരുന്നത്. എല്ലാ മാജിക്കുകളും പരാജയപ്പെട്ടു പോയ സമയത്ത് അവർ വിളിച്ചു പറഞ്ഞു ആമന്നാ ബിറബ്ബി മൂസാ വ ഹാറൂൻ. മൂസാ നബിയോടും അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠ സഹോദരനായ ഹാറൂനിന്റെ റബ്ബിനെ കൊണ്ട് ഞങ്ങളിതാ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി ചോദിക്കുകയാണ് ആമൻതും ലഹു ഖബല അൻ ആദന ലക്കും. ഞാൻ നിങ്ങൾക്ക് അനുവാദം നൽകുന്നതിന് മുമ്പ് നിങ്ങൾ മൂസയെ കൊണ്ട് വിശ്വസിച്ചുവോ? നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല കേട്ടോ. വലൗ ഖത്തിഅന്ന ഐദിയകും വഅർജുലകും മിൻ ഖിലാഫ്. ബഹുമാനപ്പെട്ടതാകുന്ന മൂസാ നബി അലൈഹിസ്സലാമിനെ കൊണ്ട് വിശ്വസിച്ചതാകുന്ന തന്റെ അനുയായികളെ ശിക്ഷിക്കുവാൻ ഫിർഔൻ ഇതാ കരുതുകയാണ്. ആ ശിക്ഷാ നടപടിയെ കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ ലോകരെ പഠിപ്പിക്കുകയാണ്. ഇന്ന് വരെ ഒരു രാജാവൃത്തിയാണ്. വലത് കൈ ഛേദിക്കുകയാണ്, ഇടത് കാല് പരിപൂർണമായി വിച്ഛേദിക്കുകയാണ്.
അടുത്ത ആൾ വിളിക്കുകയാണ്, ഇടത് കൈ പരിപൂർണമായി വെട്ടുകയാണ്, മുറിച്ചെടുക്കുകയാണ്. അവന്റെ വലത് കാല് പരിപൂർണമായി മുറിച്ചെടുക്കുകയാണ്. ഈ രീതിയിൽ വലത് കൈയാണ് വെട്ടിയതെങ്കിൽ ഇടത് കാല് മുറിക്കുന്നു, വലത് കാലാണ് മുറിച്ചതെങ്കിൽ ഇടത് കൈ മുറിച്ചു മാറ്റുന്നു. ഈ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തുകൊണ്ട് ആളുകളെ വല്ലാതെ പ്രയാസപ്പെടുത്തി കൊലപ്പ് രക്തം മാർന്നൊലിക്കുന്ന ഈ പാവപ്പെട്ടതാകുന്ന സഹോദരങ്ങളെ കൊണ്ടുവന്ന് വലിയതാകുന്ന മരത്തിലേക്ക് വെച്ചുകൊണ്ട് കെട്ടുകയാണ്. ഓരോ ഇഞ്ചിഞ്ചായി ശരീരത്തിന്റെ ഭാഗങ്ങളിൽ ആണിയടിക്കുകയാണ്. ആണിയടിക്കുന്ന ഭാഗത്തിലൂടെ രക്തം പുറത്തേക്ക് നിർഗളിക്കുന്നത് കണ്ടുകൊണ്ട് ഫിരൗനിത ആർത്തട്ടഹസിച്ചുകൊണ്ട് പൊട്ടിച്ചിരിക്കുകയാണ്. അതുകൊണ്ടല്ലേ പരിശുദ്ധമായ ഖുർആനിൽ ഫിർഔനിനെ അല്ലാഹു പരിചയപ്പെടുത്തുന്നത് ആണിയുടേതാകുന്ന വ്യക്തിയാണ് ഫിർഔൻ. തൊട്ടതിനും പിടിച്ചതിനും ആളുകളെ ക്രൂശിക്കുന്നത് പലകയിലേക്ക് പച്ചയായി നഗ്നയായി കടത്തിയിട്ട് ശരീരത്തിലെ ഇഞ്ചിഞ്ച് ഭാഗങ്ങളിൽ ഓരോ ഭാഗങ്ങളിലായി ആണിയടിക്കുകയാണ്. വലിയതാകുന്ന ആണി കൊണ്ട് പച്ചയ മാംസത്തിലേക്ക് കുത്തിയടിച്ചിറക്കുകയാണ്. പുറത്തേക്ക് നിർഗളിക്കുന്നതാകുന്ന രക്തങ്ങൾ പോയുമ്പോ വേദന കൊണ്ട് പൊളയുന്ന ഈ മനുഷ്യന്റെ മുന്നിൽ വിളിച്ചു പറയുന്നു, ഞാനാണ് റബ്ബെന്ന് പറയണേ, ഞാനാണ് റബ്ബെന്ന് നിങ്ങൾ വാദിക്കണേ. പറയാത്തവനെ ഇഞ്ചിഞ്ചായി കൊന്നുകളയുകയാണ്. ലോകത്തിൽ വരെ ഒരു അധികാരി ഈമാനഹോ അതഖ്തുലൂന റജുലൻ അയ്യഖൂല റബ്ബി അല്ലാഹ് അയ്യഖൂല റബ്ബി അല്ലാഹുവാണ് എന്റെ റബ്ബ്, എന്റെ പരിപാലകൻ അല്ലാഹുവാണ്. ഈ ലോകത്തിന്റെ ജഗന്നിയന്താവാണ് അല്ലാഹു, പരിപാലകനാണ് അല്ലാഹു, സർവേശ്വരനാണ് അല്ലാഹു, സർവാധിപതിയാണ് അല്ലാഹു, സർവലോക സൃഷ്ടിപ്പിന് സംഹാരകർത്താവാണ് അല്ലാഹു എന്ന് ജനങ്ങളുടെ മുന്നിൽ വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ ഒരു പാവപ്പെട്ട മനുഷ്യനെ ക്രൂശിക്കുകയാണോ എന്ന് പറഞ്ഞ് ലോകമടക്കി ഭരിച്ചുകൊണ്ട് നിലകൊണ്ടതായ ഫിർഔനിന്റെ അടുക്കൽ വന്നുകൊണ്ടൊക്കെ സംസാരിച്ചു. ഈജിപ്തിന്റെ ഭരണാധികാരിക്ക് മുന്നിൽ വന്നുകൊണ്ട് സംസാരിച്ചു. മുഅ്മിനായ മനുഷ്യൻ അദ്ദേഹം ആൺകുട്ടിയാണ്, ആൺകുട്ടിയാണ്. അല്ലാഹു ആ മനുഷ്യനെ പരിചയപ്പെടുത്തിയത് വഖാല റജുലുൻ മുഅ്മിൻ എന്നാണ്. അപ്പോൾ മോമിനീങ്ങളാകുന്ന ആളുകളെയൊക്കെ തന്നെ നല്ല ഇസ്ലാമിന്റെ ആദർശ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് തിന്മകൾക്കെതിരെ ശബ്ദിക്കുന്നവരെ അള്ളാഹു പരിചയപ്പെടുത്തിയിട്ടുള്ളത് ഖുർആൻ മുഴുവനും ഈ വാക്കുകൊണ്ടാണ്. റജുൽ, റിജാൽ എന്ന വാക്കാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അക്കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടണം. തിന്മകൾക്കെതിരിൽ പരിപൂർണമായി ശബ്ദിക്കുന്നവരാകണം. സ്വന്തം കുടുംബത്തിൽ തന്നെ മക്കൾ വ്യഭിചരിക്കുമ്പോ, മക്കൾ അശ്ലീലതയിലേക്ക് പോകുമ്പോ, മക്കള് സിനിമ കാണുമ്പോ, സീരിയല് ദർശിക്കുമ്പോ കൂടെ കൂടിക്കൂട്ടിട്ട് നമുക്ക് ഒരുമിച്ച് പോയിട്ട് സിനിമ കാണാം എന്ന് പറഞ്ഞ് വാപ്പ തന്നെ ഫാമിലി ടിക്കറ്റ് എടുക്കുകയാണ്. അതാണ് ഇന്നത്തെ കാലം. അത് റമദാനൊക്കെ കഴിയുമ്പോൾ പെരുന്നാളിന്റെ അന്ന് തന്നെ അപ്പ ടിക്കറ്റ് എടുത്ത് വെച്ചിരിക്കുക. എല്ലാവർക്കും സർപ്രൈസ് അപ്പാടെ വക. പാപ്പായും ഉമ്മായും മക്കളെല്ലാവരും ഒന്നിച്ച് കാറിനകത്ത് കയറി തിയേറ്ററിൽ പോയി ഇരുന്നിട്ട് പോപ്കോണും തിന്ന് റാഹത്തായിട്ട് നല്ല പെനീയുടെ ഐസ്ക്രീം, അതിനകത്താകുമ്പോൾ സാധനം ഉണ്ടെന്നാ പറയുന്നത്, സ്ട്രോബെറിയുടെ ഐസ്ക്രീം വാങ്ങിച്ചിട്ട് ഉറിഞ്ചി തിന്നോണ്ടിരിക്കുകയാണ് ഹാജിയാര്. 27-ന് തൗബാക്കൂടത്തിനകത്തായിരുന്നു 2 കൈ പുറത്തോട്ട് എടുത്തിട്ടില്ല. പെരുന്നാളായപ്പോഴത്തേക്ക് ഹാജിയാർ ആ കൈ കൊണ്ട് ഐസ്ക്രീമും തിന്നോണ്ടിരിക്കുക റാഹത്ത്. അല്ലാഹു മുളക്കാക്കുമാറാവട്ടെ. എവിടെ ഇരിക്കുന്നത്? തിയേറ്ററിനകത്ത്. ഇതാണ് നമ്മുടെ കൗമിന്റെ അവസ്ഥ. അപ്പൊ തിന്മയെ തടയുന്നില്ലെന്ന് മാത്രമല്ല, എല്ലാ തിന്മകൾക്കും ഒത്താശയാണ്. മക്കളെ തിന്മയ്ക്ക് വേണ്ടി പൈസ ചോദിക്കുമ്പോ കുറച്ചുകൂടെ വെച്ചോ, നീ നല്ല റാഹത്തുണ്ട്, എന്തായാലും പോകല്ലേ, അല്ല സെറ്റായിക്കോ. മക്കൾ എന്തെങ്കിലും ചോദിച്ചാൽ നടത്തി കൊടുക്കണമെന്ന് യാ എന്നാ പൊയ്ക്കോ, ഇല്ല തിന്മയിലേക്കും പൊയ്ക്കോ. അല്ലാഹു മുളക്കാക്കട്ടെ. ടൂറ് പോണ ടൂറ് മാത്രം അതിന്റെ പൈസ 2500 പോരാ മോനെ, എന്തെങ്കിലുമൊക്കെ കഴിക്കണം. കുഴിമന്തി റാഹത്തായിട്ട് അടിക്കുക. കുഴിമന്തി കിഴി പൊറോട്ട ഒക്കെ അടിച്ച് സെറ്റാകും. അല്ല മസ്ക ബണ്ണ് കിട്ടും, അണ്ണാക്കിലോട്ട് ഒട്ടിച്ചു വെക്കും, പാപ്പ കൊടുത്തു വിടുക. അല്ലാഹു മുളക്കാക്കുമാറാവട്ടെ. കാശ് കൊടുത്തു വിടുക. ട്രെൻഡിനൊപ്പം മക്കളെ വിടുക. മക്കളെല്ലാ തിന്മകളിലും പരിപൂർണമായി വ്യാപൃതരാകുക. 2025 വിട പറഞ്ഞപ്പോ നിന്റെ മകൻ എവിടെയായിരുന്നു രാത്രിയിൽ? നിന്റെ മകൾ എന്തെടുക്കുകയായിരുന്നു ആ രാത്രിയിൽ? ചിന്തിക്ക്.
ഏതെല്ലാം മക്കളാണ് കടപ്പുറത്ത് വന്നുകൊണ്ട് കടല് കുറിച്ചുകൊണ്ട് ആകാശസീമകളിലേക്ക് പട്ടം പറത്തിക്കൊണ്ടും ബലൂൺ ഉയർത്തിക്കൊണ്ടും ആക്രോശിച്ചുകൊണ്ട് നിലകൊള്ളവർ പാപ്പാനിയെ കത്തിച്ചുകൊണ്ട് 2025 വിട പറയിച്ച് 26ലേക്ക് വന്ന സമയത്ത് കള്ളു കുടിച്ചുകൊണ്ട് ലഹരി തുടർന്നുകൊണ്ട് ഫോർട്ട് കൊച്ചിയിൽ വന്നുകൊണ്ട് തുള്ളിയതാകുന്ന ആളുകൾ വരെ നമ്മുടെ മക്കളില്ലേ? എവിടേക്കാണ് നമ്മുടെ മക്കൾ പോകുന്നത്? ദീൻ മുറുകെ പിടിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടോ? നമ്മളെല്ലാം അശ്ലീലതയ്ക്കും ചുവടുവെക്കാണ്, ആസ്വദിക്കാണ് ദുന്യാവ്. കാരണം നമുക്ക് മനസ്സിൽ നമ്മൾ തന്നെ ഉള്ളിൽ ഉറപ്പിക്കുന്നുണ്ട് എവിടെയോ ദുന്യാവേ ഉള്ളൂ, മരണമൊന്നുമില്ല, മരണാനന്തര ജീവിതം ഇല്ല. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഇന്നത്തെ തലമുറ പോയി. അതുകൊണ്ടാണല്ലോ ഖബറിനെ കുറിച്ചൊരു ഭയപ്പാടില്ലാത്തത്, നരകത്തെ കുറിച്ചൊരു പേടിയില്ല. നാളെ നരകത്തിൽ പോകും ഈ കൂട്ടരെന്നൊക്കെ പറയുമ്പോൾ, ആലിമീങ്ങൾ പറയുമ്പോൾ അവരുടെ വാക്കുകളെ തൃണവൽഗണിച്ച് യുക്തിവാദികളുടെ പിറകെ, നിരീശ്വരവാദികളുടെ പിറകെ, ലിബറലിസത്തിന്റെ വക്താക്കളുടെ പിറകെ ഇന്നത്തെ തലമുറ പോവാൻ. അവർക്ക് ഈ വാക്കുകളൊക്കെ അവഗണിക്കണം. നരക ഇയാളൊക്കെ ഏത് കാലക്കാരനാണ് എന്ന് ചോദിക്കുന്ന ആളുകളായി മാറി. നരകത്തെക്കുറിച്ച് നിസാരവൽക്കരിക്കുന്നു. നമ്മളൊന്നും കണ്ടിട്ടില്ലല്ലോ എന്നാണ് പറയുന്നത്. നരകവും സ്വർഗമൊന്നും കണ്ടിട്ടില്ല, അള്ളാഹുവിനെയും റസൂലിനെയും പോലും നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല. അങ്ങനെ കാണാതെ നിലകൊള്ളുന്നവർക്കാണ് മുത്തഖി എന്ന് പറയാ. അലിഫ് ലാം മീം ദാലികൽ കിതാബ് ലാ റൈബ ഫീഹി هدى للمتقين الذين يؤمنون بالغيب الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون. ആരാണ് മുത്തഖി എന്നുള്ളത്? തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നത് ആരാണ്? അവർക്കുള്ള ക്വാളിറ്റി എന്താണ്? അവർക്കുള്ള വിശേഷണം എന്താണ്? പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ബഖറയിലൂടെ അല്ലാഹു ലോകരെ പഠിപ്പിക്കുന്നു. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അദൃശ്യ ലോകങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്നവരാണ്, സ്വർഗത്തെ കൊണ്ട് വിശ്വസിക്കുന്നവരാണ്, നരകത്തെ കൊണ്ട് വിശ്വസിക്കുന്നവരാണ്, മഹ്ശറയെ കൊണ്ട് വിശ്വസിക്കുന്നവരാ. അല്ലാഹുവിന്റെ റസൂലാകുന്ന പ്രവാചകരെ നേർക്ക് നേരെ കണ്ടിട്ടില്ലാത്ത ആളുകളാണ്. അങ്ങനെ ഒരു പ്രവാചകർ ഈ ലോകത്തേക്ക് വന്നു. ആ പ്രവാചകർ കൊണ്ടുവന്ന പരിശുദ്ധമായ ഖുർആനാണ്. ഇതെന്നെ വഴികാട്ടിയാണ്, കാത്തലോകാണ്. ആ പ്രവാചകനെ പരിചയപ്പെടുത്തിയ അദൃശ്യനായ അല്ലാഹുവിനെ നേർക്ക് നേരെ ഒന്ന് കാണാൻ പ്രവാചകന് മിഅ്റാജിന്റെ രാവിലെ കൊണ്ടുവന്നതായ നമസ്കാരം, അത് ദായിമാക്കൽ എന്നെ സംബന്ധിച്ച് നിർബന്ധമാണ്. കാരണം അല്ലാഹുവിന്റെ റസൂലല്ലേ പറഞ്ഞത്, മൻ സറഹു അയൽഖല്ലാഹ അസ്സ വജല്ല ഫൽയുഹാഫിദ് അല സ്വലവാതിൽ ഖംസ. ഞാൻ അല്ലാഹുവിനെ കണ്ടതായ പ്രവാചകനാണ്. നേരിട്ട് അല്ലാഹുവിനെ കണ്ട പ്രവാചകർ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുന്നു, അല്ലാഹുവിനെ കാണാൻ ആഗ്രഹിക്കുന്നവരെ, ഈ ലോകത്തിന്റെ തമ്പുരാനായ അല്ലാഹു, ഈ ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങൾക്കും ആഹാരം നൽകുന്നവനായ അല്ലാഹു, കിഴക്കൻ ചക്രവാളങ്ങൾ സൂര്യന്റെ പ്രഭ വരുമ്പോ വടവൃക്ഷങ്ങളിൽ നിന്ന് കളകൂജനങ്ങൾ പൊളിച്ചുകൊണ്ട് വിദൂരങ്ങളിലേക്ക് പറന്നകന്നു പോകുന്നതായ പക്ഷിപ്പറവാദികൾക്ക് മുൻ ചിന്താഗതിയില്ലാതെ ഭക്ഷണം നിശ്ചയിച്ച റാസിഖായ അല്ലാഹ്, ആർത്തിരമ്പി കടലിൽ നിറന്നാകുന്ന കടലിന്റെ അഗാധമാകുന്ന ഗർത്തത്തിലൂടെ ഊളിയിട്ട് നീന്തി തുടിക്കുന്നതായ ഭീമാകാരനായ തിമിംഗലം മുതൽ അതിസൂക്ഷ്മദർശിനികൾ കൊണ്ടുപോലും കാണാൻ സാധിക്കാത്ത അതിസൂക്ഷ്മങ്ങളായ അണുക്കളെ സൃഷ്ടിക്കുകയും അവകളെ സംരക്ഷിക്കുകയും അവകൾക്ക് വേണ്ട വിധത്തിൽ ആഹാരം കൊടുക്കുകയും ചെയ്യുന്ന ജഗന്നിയന്താവായ അല്ലാഹ്, ആ പടച്ചറപ്പിനെ നേർക്ക് നേരെ കാണാൻ ആഗ്രഹമുള്ള കാപ്പാടുള്ള പ്രിയപ്പെട്ട മുസ്ലിമത്തെ, അല്ലാഹുവിന്റെ റസൂലിന്റെ അധ്യാപനമാണ് ഫൽയുഹാഫിൽ അല സ്വലവാതിൽ ഖംസ.
5 വഖത്ത് നമസ്കാരത്തെ നീ നിലനിർത്തിക്കോ. ഒരു വഖത്ത് പോലും പരിപൂർണമായി ശ്രദ്ധ ചെലുത്താതെ ഈ ദുനിയാവിൽ അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന സമൂഹമില്ലയോ? കല്ലിന്റെ പിറകെ പോകുന്നവരില്ലയോ? പെണ്ണിന്റെ പിറകെ പോകുന്നവരില്ലയോ? ഭൗതിക ലോകത്ത് ആഡംബരാസ്വാദനങ്ങൾ മുഴുകി ജീവിക്കുന്ന തലമുറകളെ ആൺകുട്ടികളാകാൻ തയ്യാറുണ്ടോ? ഒരു വഖത്ത് പോലും നമസ്കാരത്തെ പാഴാക്കാതെ പരിപൂർണമായി നീ ശ്രദ്ധിച്ചാൽ അല്ലാഹുവിനെ നേർക്ക് നേരെ കാണാൻ പറ്റുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അവനാണ് ആൺകുട്ടി. അല്ലാതെ കള്ളും കുടിച്ച് കഞ്ചാവും കുടിച്ച് നിൽക്കലല്ല. ഈ തിന്മകളെ ഒഴിവാക്കി നന്മയിൽ അധിഷ്ഠിതമായി ജീവിതം നയിക്കാൻ പറ്റുമോ? പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് വളരെ ശ്രമകരമായ പണിയാണ്. കള്ളുകുടിച്ച് കൂത്താടുക, MDMA-ക്ക് അടിമയാകുക, LSD-ക്ക് അടിമയാകുക എന്ന് പറഞ്ഞ നിസാരാണ്. അതൊക്കെ സുലഭമാണ്. ഇവിടെ അതിന്റെ ആളുകളും സുലഭമാണ്. കാരിയറായിട്ട് നടക്കുന്ന എത്രയോ ആളുകളുണ്ട്. പെൺകുട്ടികളിലുണ്ട്, ആൺകുട്ടികളുണ്ട്. അള്ളാഹു നമ്മുടെ മക്കളെ കാത്തു സംരക്ഷിക്കട്ടെ. അപ്പൊ തിന്മയിൽ അധികപ്പെട്ടുകൊണ്ട് മോശത്തരമാകാനല്ല, മോശപ്പെട്ടവനാകാനല്ല, മറിച്ച് ഏറ്റവും നല്ല സ്വാലിഹായ ഒരു മനുഷ്യനായി മാറണം. ഇനിയും ഇവിടെ സാലിഹീങ്ങൾ ഉണ്ടാവണ്ടേ? മഹാനാകുന്ന ശംസുൽ ഉലമയെ പോലെ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനുഭാവനെ പോലെ സാലിഹീങ്ങളാകുന്ന തഖ്വയിൽ അധിഷ്ഠിതമായ ഉലമാ ഈ സമൂഹത്തിന് നേതൃത്വം കൊടുക്കണ്ടേ? നമ്മുടെ മുൻകഴിഞ്ഞു പോയ ഖാദിയാരെ പോലെയുള്ള നല്ല സാലിഹീങ്ങളാകുന്ന ആളുകൾ, ആത്മീയ നേതൃത്വങ്ങൾ ഈ സമൂഹത്തിൽ ഉണ്ടാവണ്ടേ? വേണ്ടേ? നമുക്ക് വേണ്ടേ? എല്ലാവരും ആദരിക്കപ്പെടുന്നതാകുന്ന ഒരു വ്യക്തിത്വത്തെ നമുക്ക് വേണ്ടേ? അതുകൊണ്ട് നല്ല തലമുറ ഉണ്ടാക്കാൻ, നല്ല ആൺകുട്ടികൾക്ക് ജന്മം കൊടുക്കാൻ പ്രിയപ്പെട്ടതാകുന്ന രക്ഷിതാക്കൾ തയ്യാറാകണം. മക്കൾ പറയേണ്ട കാര്യമൊന്നുമില്ല, 4-5 ഉണ്ട്, എല്ലാം കണക്കാണ്. ഇശാമാരുവിനെ ഖുർആൻ പറയുമ്പോൾ പോയിട്ട് വരാന്ന് പറഞ്ഞു ഉമ്മ ടാറ്റ അടിച്ചോണ്ട് ഒറ്റ പോകും. ഉമ്മ ഓതിക്കോളാനെ പറയും. എനിക്കും കൂടെ ഒരു യാസീൻ മോദിക്കറാണ്. ഇപ്പൊ ഏറ്റവും കൂടുതൽ ദുആവസിയത്ത് വരുന്നതെന്നറിയാം, എൻ്റെ മകന് ഖൈറായ ഇണയില്ല, എൻ്റെ മകൾക്ക് ഖൈറായ തുണയില്ല, ഇണയില്ല. ദുആവസിയത്ത് ഇഷ്ടം പോലെ ഉണ്ട്. ഒന്ന്. എന്താ കാരണം എന്നറിയാം? മക്കളൊക്കെ വേറെ ലോകത്താണ്. അപ്പോൾ നമ്മൾ ഒരു സൂറത്ത് കൊടുക്കും, അർ-റഹ്മാൻ സൂറത്ത് ഓദിക്കും. അപ്പോൾ പെണ്ണുങ്ങൾ ചോദിക്കുന്നതാണ്, ഞാൻ ഓതിയാൽ മതി. അവർ നിങ്ങൾ ഓതിയാൽ നിങ്ങൾക്ക് ഒന്നും കൂടെ കേട്ടാ, നിങ്ങളുടെ മകനെ ഓതണം. നിങ്ങളൊന്നിനെ അല്ല, അവനെ ഓതത്തില്ല ഉസ്താദ്. പിന്നെ കുറച്ചാൾ ഓടട്ടെ എന്ന് നാട്ടുകാരെ കൊണ്ട് ഓദിക്കും. ഉമ്മ ഓദിക്കും, വാപ്പ ഓദിക്കും. വാപ്പ ഓതി നെഞ്ചത്തൂതി, വാപ്പ രണ്ടാമത് കെട്ടി, തീർന്നു. ഒക്കട് മക്കൾക്ക് നിസ്കാരമില്ല, ഓതലുമില്ല. അമ്മായി വാപ്പ അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതന്നെ പരിപാടി. മക്കൾ കഞ്ചാവ് അടിച്ച് റോഡിൽ കിടക്കുകയാണ്. എന്നിട്ട് ഇവന് പെണ്ണ് വേണം, അവക്ക് ആണിനും വേണം. എങ്ങനെ കിടക്കും? നമുക്ക് നിസ്കാരം ഇബാദത്തും വേണ്ടേ, തഖ്വ വേണ്ടേ, ഇബാദത്ത് വേണ്ടേ? നമുക്കിതൊന്നും ഇല്ല. നിസ്കാരം കറക്റ്റ് അല്ല, ദിക്ർ കറക്റ്റ് അല്ല, ഇബാദത്ത് കറക്റ്റ് അല്ല. എന്തെങ്കിലും ഒന്ന് ഓതാൻ പറഞ്ഞാൽ അറിയാവുന്നവനാണെങ്കിൽ പോലും ശ്രദ്ധ ചെലുത്തുന്നില്ല. എല്ലാം കിട്ടണം, അതൊന്നും നടക്കൂല. അഫഹസിബതും അന്നമാ ഖലഖനാകും അബസാ وأنكم إلينا لا ترجعون. നിങ്ങളെ ഈ ദുനിയാവിലേക്ക് വെറുതെ പടച്ചതാണെന്ന് കരുതുന്നുണ്ടോ? ഒരിക്കലും അല്ല കേട്ടോ. അല്ലാഹു ഈ ദുനിയാവിലേക്ക് പടച്ചതിൽ വലിയ ലക്ഷ്യങ്ങളുണ്ട്. ഈ ദുനിയാവിലേക്ക് വെറുതെ പടച്ചത് അങ്ങനെ ആരെങ്കിലും കരുതുന്നുണ്ടോ? രാവിലെ എഴുന്നേൽക്കുക, പല്ലേക്കുക, ഭക്ഷണം കഴിക്കുക, റോഡിലോട്ട് ഇറങ്ങുക, കുറച്ചു നേരം ബീച്ചിൽ പോരുക, കാറ്റ് കൊള്ളുക, ജോലിക്ക് പോകുക, കുറച്ചു നേരം തിരിച്ചു വരിക, നിസ്കരിച്ച് നല്ല ഫുഡൊക്കെ അടിച്ച് കിടന്നുറങ്ങുക, മൊബൈൽ ഫോണൊക്കെ വെച്ച് നല്ല പാട്ടൊക്കെ കേട്ട് 2 സിനിമ കണ്ട് സെറ്റായിട്ട് കിടന്നുറങ്ങുക. ഇതിനാണോ അള്ളാഹു ദുനിയാവിലേക്ക് വിട്ടത്? അല്ലല്ലോ. അഫഹസിബതും അന്നമാ ഖലഖനാകും അബസൻ, വെറുതെ ഈ ദുനിയാവിലേക്ക് പടച്ചതാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അല്ലാഹു ചോദിക്കുക. വെറുതെ പടച്ചതല്ല. മാത്രമല്ല വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, എന്നിലേക്ക് നിങ്ങളെ മടക്കില്ല എന്നും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അങ്ങനെയാണോ നിങ്ങൾ മനസ്സിലാക്കുന്നത്? നിങ്ങൾ ഈ ദുനിയാവ് കൊണ്ട് തന്നെ അങ്ങ് തീരും, ഇവിടെ തന്നെ ഖബറിലേക്ക് അങ്ങ് പോകും, ഇനി മഹ്ശറയൊന്നും ഇല്ല എന്ന് കരുതിയിട്ടാണോ നിങ്ങൾ ഈ കാണിക്കുന്നത് ഈ തോന്നിവാസം? അല്ലാഹു ചോദിക്കുക. ഒരു പിടുത്തമുണ്ടാവും. വലനുദീഖന്നഹും മിനൽ അദാബിൽ ലദനാ ദൂനൽ അദാബിൽ അക്ബരി ലഅല്ലഹും യർജിഊൻ.
അല്ലാഹു ചില പരീക്ഷണങ്ങൾ നൽകുന്നത്, ചില പ്രളയ ദുരിതങ്ങൾ നൽകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ചിന്തിക്കാനാണ്. മുസ്ലിമത്തെ, വയനാട് ജില്ലയിൽ ഒരു ഭാഗം തന്നെ അല്ലാഹു ഒരൊറ്റ രാത്രി ഇരുണ്ടെന്ന് വെളുത്തപ്പോ പരിപൂർണമായി ഇല്ലാതാക്കിയില്ലയോ, ഒഴിവാക്കി കളഞ്ഞില്ലയോ? മുണ്ടക്കൈ എന്ന് പറയുന്ന ദേശം അല്ലാഹുവേ, ഇന്നും പോയി നോക്കിയാൽ എത്ര ദുരിതത്തിന്റെ പ്രയാസമാണ്, എത്ര പ്രയാസത്തിലാണ് ആ സമൂഹം നിലകൊള്ളുന്നത്, എത്ര കുടുംബങ്ങളാണ് ജീവൻ നഷ്ടപ്പെട്ടു പോയത്, എത്ര ആളുകൾക്കാണ് വീട് നഷ്ടപ്പെട്ടു പോയത്. രാത്രിയിൽ നല്ല ഇളം കാറ്റിൽ, നല്ല തണുപ്പുള്ള സമയത്ത് നല്ല മനോഹരമായ ഭക്ഷണം കഴിച്ചുകൊണ്ട് കിടന്നുറങ്ങി വരാൻ ഒരുപാട് ആളുകൾ വയനാട്ടിലേക്ക് ചുരം കയറുകയല്ലയോ? ഈ ക്രിസ്മസിന്റെ ആഘോഷവേളകളിൽ ആയിരക്കണക്കിന് ആളുകൾ ഇതാ വയനാട്ടിലേക്ക് ചുരം കയറുകയാണ്. ചുരമതാ ബ്ലോക്കാണ്, മണിക്കൂറുകൾ അതാ വണ്ടി മുന്നോട്ട് പോകാൻ കിടക്കുകയാണ്. എവിടെയാണ്, എങ്ങോട്ടാണ് പോകുന്നത്? വലിയ ദൃഷ്ടാന്തമുള്ള സ്ഥലമല്ലേ? നേർക്ക് നേരെ ഒന്ന് കാണണ്ടേ മുസ്ലിമേ? എത്ര വലിയ അദാബ് അല്ലാഹു നൽകിയതാകുന്ന സ്ഥലമാണ്. എന്തിനാണ് ഈ അദാബുകൾ അല്ലാഹു നൽകുന്നത്? വലനുദീഖന്നഹും മിനൽ അദാബിൽ ലദീന ദൂനൽ അദാബിൽ അക്ബരി ലഅല്ലഹും യർജിഊൻ. ചെറിയ ചെറിയ ശിക്ഷകൾ നൽകി അല്ലാഹു നിങ്ങളെ രുചിപ്പിക്കുന്നത് എന്തിനെന്നറിയുമോ? വലിയതാകുന്ന ശിക്ഷകൾ ഇതിന് പിന്നിലുണ്ട്. ഒരു മുന്നറിയിപ്പാണ്. ഒരൊറ്റ രാത്രി ഇരുണ്ട് വെളുത്തപ്പോ 40 കൊല്ലത്തോളം നീ ഉണ്ടാക്കിയതാകുന്ന സമ്പാദ്യം മുഴുവനും ആ ഒരൊറ്റ രാത്രി വെള്ളത്തിലൂടെ ഒലിപ്പിച്ച് കളഞ്ഞത് അല്ലാഹു അല്ലയോ? അല്ലാഹുവിനെ ഓർക്കാനാണ്, അല്ലാഹുവിനെ സ്മരിക്കാനാണ്. നീ ഉണ്ടാക്കിയത് മുഴുവനും ഒരു സെക്കൻഡ് കൊണ്ട് നശിപ്പിക്കാൻ കഴിവുള്ളവനാണ് ഈ ലോകത്തിന്റെ തമ്പുരാനായ അല്ലാഹ്. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് തുഅതിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ وتعز من تشاء وتذل من تشاء بيدك الخير. നബിയേ, ഈ ദുനിയാവിൽ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നതാകുന്ന ഈ സമൂഹത്തോട് ഒന്ന് പറഞ്ഞു കൊടുക്കൂ റസൂലേ. അല്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് തുഅതിൽ മുൽക മാ തശാ. അല്ലാഹുവാണ് അധികാരത്തിന്റെ പരമോന്നത പദവിയുള്ളവന്. ഈ ലോകത്തിന്റെ തമ്പുരാനാണ്, ഈ ലോകത്തിന്റെ ജഗന്നിയന്താവാണ്, ഈ ലോകത്തിന്റെ പരിപാലകനാണ്. അല്ലാഹുവാണ് അധികാരം നൽകുന്നവൻ, അല്ലാഹുവാണ് അധികാരമെടുക്കുന്നവൻ. അധികാരത്തിന്റെ ഉത്തുംഗതയിൽ കഴിഞ്ഞ് അഹങ്കാരത്തോടുകൂടി നെരിപ്പോടുകൂടി നിലകൊള്ളുന്നവര്, അഹങ്കാരിയായ ധിക്കാരിയായ മനുഷ്യന് ഒരൊറ്റ രാത്രി കൊണ്ട് തന്നെ തകിടം മറിക്കാൻ കെൽപ്പുള്ളവൻ അല്ലാഹുവാണ്. ഇതൊക്കെ പറഞ്ഞു കൊടുക്കുക ഉമ്മത്തിന്. അല്ലാഹു പറയാണ്, അഹങ്കരിക്കണ്ട, ഒരു സെക്കൻഡ് കൊണ്ട് ഇതൊക്കെ ഇല്ലാതാകും. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. വെറുതെ അല്ല അല്ലാഹു ഇങ്ങോട്ട് പടച്ചത്, ഇതിനൊക്കെ വലിയ ദൃഷ്ടാന്തമുണ്ട്. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. അല്ലദീ خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور. അധികാരത്തിന് പരമോന്നത പദവിയുള്ള അല്ലാഹു അവനത്ര പരിശുദ്ധനാണ്, ബറക്കത്തുടയവനാണ്. വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. എല്ലാത്തിനും കഴിവുള്ളവൻ അല്ലാഹുവാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത
എന്തിനാണ് അല്ലാഹു ഈ ദുന്യവിയായ ജീവിതവും ശേഷം ഒരു മരണവും അല്ലാഹു സമ്മാനിക്കുന്നത്? ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. ഈ ദുന്യാവാകുന്ന 60 70 വയസ്സുള്ള കാലഘട്ടത്തിൽ ഏറ്റവും നല്ല രീതിയിൽ അല്ലാഹുവിനെ ഇബാദത്ത് എടുക്കുന്നത് ആരാണ് എന്ന് പരീക്ഷിക്കാനാണ് ഈ ദുനിയാവും ശേഷവും മരണവും അല്ലാഹു സമ്മാനിച്ചത് എന്ന് വിശുദ്ധമായ ഖുർആൻ. വെറുതെ ഒന്നല്ല, വെറുതെ കുട്ടിക്കളിക്ക് ഒന്നല്ല ദുന്യാവ്. ഈ 60 70 വയസ്സ് അല്ലാഹു ഇങ്ങനെ തന്നത് എന്തിനാ? നിങ്ങൾക്കൊരു പരീക്ഷണമാണിത്. ആ പരീക്ഷണത്തിൽ നിങ്ങൾ വിജയിക്കുന്നുണ്ടോ എന്ന് അല്ലാഹു ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഇവിടെ അമൽ ചെയ്യണം. ഇതൊരു പരീക്ഷണ ലോകമാണിത്. ഇതിങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. വലിയ പ്രയാസമാണിത്. തങ്ങൾ പറഞ്ഞുവല്ലോ, ഓരോ ദിവസവും ആ ദിവസങ്ങൾ വന്നുകൊണ്ട് മനുഷ്യനോട് പറയുന്നുണ്ട്, ആദമിന്റെ പൊന്നുമോളെ ഇന്നീ യൗമുൻ ജദീദ്, ഞാനൊരു പുതിയ ദിവസമാണ് കേട്ടോ. വഇന്നി അലാ മാ യഅമലു ഫിയ ശഹീദ്, നീ എന്നിൽ ചെയ്യുന്ന എല്ലാ നന്മകളും എല്ലാ തിന്മകൾക്കും ദിവസമാകുന്ന ഞാൻ സാക്ഷിയാണ് കേട്ടോ. പൊന്നുമോനെ ശ്രദ്ധിക്കണേ. വഇന്നി ഇദാ ഗറബത്തി ശംസു ലം അർജി ഇലൈക്കും ഇലാ യൗമിൽ ഖിയാമ. ദിവസമാകുന്ന ഞാൻ ഇന്നത്തേതാകുന്ന സൂര്യാസ്തമയത്തോടുകൂടി മഗ്രിബോടുകൂടി നിന്നെ ഒഴിവാക്കിക്കൊണ്ട് ഞാൻ പോകുകയാണ്. മഗ്രിബോടുകൂടി അറബി മാസ കലണ്ടർ പ്രകാരം അടുത്ത ദിവസം ആരംഭിക്കുകയാണ്. അതുകൊണ്ട് ദിവസമാകുന്ന ഞാൻ മഗ്രിബാകുമ്പോൾ നിന്നെ ഒഴിവാക്കി പോകുകയാണ്. ഇനി ഒരിക്കലും നിന്നിലേക്ക് ഞാൻ മടങ്ങി വരില്ല കേട്ടോ. എത്ര പരിശ്രമിച്ചാലും ദിവസമാകുന്ന എന്നെ നിന്റെ ജീവിതത്തിൽ ഈ ദുനിയാവിൽ ഇനി മടക്കി കിട്ടില്ല പൊന്നുമോനെ. അതുകൊണ്ട് അമൽ ചെയ്യണേ. എല്ലാ ദിവസങ്ങളും നമ്മളോട് പറയുന്നുണ്ട് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. ഇന്നിപ്പോ മഗ്രിബിന് മുമ്പ് നമ്മളോട് പറഞ്ഞിട്ട് പോകുന്നത്, ഇന്നത്തെ ദിവസം തുടങ്ങിയത് ഇന്നിപ്പോ മഗ്രിബ് കഴിഞ്ഞ് തുടങ്ങി അടുത്ത ദിവസം ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മളോട് ദിവസങ്ങൾ. ശ്രദ്ധിച്ചോ. ഞാനൊരു പുതിയ ദിവസമാണ്. ഇന്നി യൗമിൻ ജദീദുൻ, ഞാനൊരു പുതിയ ദിവസമാണ്. വഇന്നി അലാ മാ യഅമലു ഫിയ ഷഹീദ്, നീ എന്നിൽ ചെയ്യുന്ന എല്ലാ നന്മകൾക്കും തിന്മകൾക്കും ഞാൻ സാക്ഷിയാണ്. നീ നിസ്കരിച്ചോ മഗ്രിബ്, ഞാൻ സാക്ഷിയാണ്. നീ കള്ളു കുടിച്ചോ, ഞാൻ അതിന് സാക്ഷിയാണ്. നീ ബിവറേജിൽ പോയി ക്യൂ നിന്നോ, ഞാൻ സാക്ഷിയാണ്. നീ ഇതാ ജനുവരി 8 മുമ്പ് സർക്കാർ കൊണ്ടുവരുന്ന പുതിയ ബ്രാൻഡിയുടെ പേര് കൊടുത്താൽ 10,000 രൂപ കൊടുക്കുന്ന സർക്കാർ, അതിന്റെ പേരിടുന്നതിന് വേണ്ടി നീ ഇപ്പൊ ഇങ്ങനെ സർക്കാർ ഇടുന്ന പേര് ഒപ്പിച്ചുകൊണ്ട് നീ അതിനുവേണ്ടി നിലകൊണ്ടോ, ഞാനതിന് സാക്ഷിയാണ്. വഇന്നി അലാ മാ യഅമലു ഫിയ ഷഹീദ്, നീ എന്നിൽ ചെയ്യുന്ന എല്ലാ നീചവൃത്യങ്ങൾക്കും എല്ലാ തിന്മകൾക്കും എല്ലാ നന്മകൾക്കും, നീ നിസ്കരിക്കുന്നത്, നീ നോമ്പ് തുടിക്കുന്നത്, നീ സക്കാത്ത് കൊടുക്കുന്നത്, നീ ഹജ്ജ് ചെയ്യുന്നത്, നീ പാവങ്ങളുടെ കണ്ണീരൊപ്പുന്നത്, നീ നിരാലംബര കവലംബമാകുന്നത്, നീ നിരാശരർക്ക് ആശ്രയത്വം കൊടുക്കുന്നത്, നീ പള്ളിക്ക് സഹായിക്കുന്നത്, മദ്രസകൾ കൊടുക്കുന്നത്, ദീനി സ്ഥാപനങ്ങൾ കൊടുക്കുന്നത്, നിന്റെ എല്ലാ സുഹൃതങ്ങൾക്കും ഞാൻ സാക്ഷിയാണ്. നീ കള്ളുകുടിക്കുന്നത്, നീ വ്യഭിചരിക്കുന്നത്, നീ സിനിമ കാണുന്നത്, നീ സീരിയൽ ദർശിക്കുന്നത്, നീ റീൽസ് കളിക്കുന്നത്, എല്ലാ അശ്ലീലതകളിലേക്കും ചുവട് വെച്ചുകൊണ്ട് നീ നടക്കുന്നത്, നിന്റെ കൈ കൊണ്ട്, നിന്റെ കാതുകൊണ്ട്, നിന്റെ ഹൃദയം കൊണ്ട്, നിന്റെ ശരീരം കൊണ്ട് എല്ലാ തിന്മകളിൽ ചിന്തിക്കുന്നത്, പ്രവർത്തിക്കുന്നത് ഞാൻ സാക്ഷിയാണ്. അതുകൊണ്ട് നീ നല്ലതുപോലെ ശ്രദ്ധിച്ചോ. മഗ്രിബാകുമ്പോ ഞാൻ നിന്നെ വിട്ടുപോകും. സൂര്യൻ അസ്തമിച്ചാൽ ഞാൻ പോകും. ലം അർജി ഇലൈക്കും ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ എന്നെ ഒന്ന് മടക്കി കിട്ടാൻ ഒരു മിനിറ്റ്, എന്നിലുള്ള ഒരു സെക്കൻഡിന് വിലക്ക് നീ പിന്നെ ചോദിക്കും, കിട്ടൂല. അല്ലാഹു മലക്കാക്കുമാറാവട്ടെ. അതുകൊണ്ടാണല്ലോ മരണപ്പെടുന്നവന്റെ അവസ്ഥ വിധങ്ങൾ ഖുർആൻ കൊണ്ട് പറഞ്ഞല്ലോ. സമയമില്ല, അപ്പൊ അതൊക്കെ ഓതി പറയാൻ സമയം പോകും. എത്രയോ ഡസൻ കണക്കിന് ആയത്തുകൾ ഇതുമായി ബന്ധപ്പെട്ടത്. ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗത്ത്,
ദുനിയാവിൽ കള്ളു കുടിച്ച് രസിച്ച് രമിച്ച് ജീവിക്കുന്നതാകുന്ന മനുഷ്യനാണ്. ദുനിയാവിന്റെ പിറകെ ഓടുകയാണ്. ബിസിനസിന്റെ മേഖലയിൽ വിരാജിക്കുന്ന മനുഷ്യനാണ്. പള്ളിയിൽ നിന്ന് ബാങ്ക് മുഴങ്ങുന്നുണ്ട്, ബാങ്ക് വിളിക്ക് ഉത്തരം കൊടുക്കുന്നില്ല. പള്ളിയിൽ നിന്ന് ബാങ്ക് മുഴങ്ങുന്നുണ്ട്, പെങ്ങളിതാ തലയിൽ തട്ടമിട്ടുകൊണ്ട് ഒതുവെടുത്തുകൊണ്ട് അവ്വൽ വക്കത്തിൽ നമസ്കരിക്കേണ്ടതിന് പകരം റീൽസ് കളിച്ചുകൊണ്ട് വീടിനകത്തലങ്ങളിൽ നിലകൊള്ളുന്ന പെണ്ണേ, അവസാനം തൊണ്ടക്കുഴിയിലേക്ക് റൂഹെത്തി നിൽക്കുമ്പോ ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗത്ത്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും റൂഹ് വേർപിരിയുന്ന ഘട്ടം വരുമ്പോ എന്തായാലും മരിക്കും. ശാസ്ത്രം തന്നെ നിരീക്ഷണം നടത്തിയിട്ട് ISROയുടെ ചെയർമാൻ വരെ പറഞ്ഞു കഴിഞ്ഞു, ഇതുവരെ ലോകം മുഴുവനും നിലകൊള്ളുമെന്ന് പറഞ്ഞിരുന്ന ശാസ്ത്രം അവർ നിരീക്ഷണം നടത്തിയിട്ട് പറയുന്നു, ആകാശ ലോകത്ത് പിന്നെ തിളങ്ങുന്ന താരകങ്ങൾ നശിക്കാനുള്ളതാണ്. സൂര്യൻ നശിക്കുമേ, ചന്ദ്രൻ നശിക്കുമേ, അതിൻ്റെതാകുന്ന പ്രഭകൾ പരിപൂർണമായി മങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ഇല്ലാതാകുന്ന യുഗം അടുത്ത് തന്നെ ഉണ്ടാകുമേ എന്ന് ശാസ്ത്രലോകം നിരീക്ഷണം നടത്തിക്കൊണ്ട് പറയുമ്പോ ഖുർആനിലേക്ക് മടങ്ങൽ അനിവാര്യമാണ്. ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗത്ത്, ദുനിയാവിൽ കളിച്ചും രസിച്ചും നിലകൊണ്ട മനുഷ്യൻ റൂഹ് പിരിഞ്ഞ തൊണ്ടക്കുഴിയിലേക്ക് എത്തുന്ന സമയം അവൻ വിളിച്ചു പറയുകയാണ്, റബ്ബിർജിഊൻ, അല്ലാഹുവേ പടച്ച റബ്ബേ, എന്നെ ദുനിയാവിലേക്ക് ഒന്ന് മടക്കണേ അല്ലാ, ലഅല്ലി അഅമലു സാലിഹാ ഫീമാ തറക്തു, ഞാൻ വീഴ്ച വെച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നിസ്കാരം കറക്റ്റ് അല്ല, നോമ്പുകൾ കറക്റ്റ് അല്ല, സകാത്തുകൾ കറക്റ്റ് അല്ല, ഹജ്ജ് ചെയ്തിട്ടില്ല, പാവങ്ങളുടെ കണ്ണീരൊപ്പിയിട്ടില്ല, പള്ളിക്ക് സംഭാവന കൊടുത്തിട്ടില്ല, ദീനീ സ്ഥാപനങ്ങൾക്ക് സായിയായി വർത്തിച്ചിട്ടില്ല. അതുകൊണ്ട് എന്നെ ദുനിയാവിലേക്കൊന്ന് മടക്കണേ, എന്നെ ഒന്ന് മടക്ക്. അവൻ ആ സമയത്ത് പറയും. എപ്പോ? തൊണ്ടക്കുഴിയിൽ റൂഹത്ത് നിൽക്കുന്ന സമയത്ത് അവന്റെ അടുത്ത ലോകത്തെ പറ്റിയുള്ള കാഴ്ചപ്പാട് അല്ലാഹു കൊടുക്കുക. അല്ലാഹു പറയുന്നുണ്ടല്ലോ, ഫബസറുക്കൽ യൗമ ഹദീദ്, ഇന്ന് നിന്റെ കണ്ണിന്റെ കാഴ്ച ഭയങ്കര മൂർച്ചയുള്ളതാണ്. ദുനിയാവിൽ കാണാത്തത് പലതും മരണാസമന്നത്ത് നേർക്കുനേരെ കാണും. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അപ്പൊ ആ സമയത്ത് വിറങ്ങലിച്ചുകൊണ്ട് പറയും, എന്നെ ഒന്ന് ദുനിയാവിലേക്ക് മടക്ക്, ഞാനൊന്ന് നിസ്കരിക്കട്ടെ, 2 റക്അത്തിന് വേണ്ടി കേടുകയാണ്, ഞാനൊന്ന് സദഖ കൊടുക്കട്ടെ, ഞാനൊന്ന് പാപങ്ങളുടെ കണ്ണീരൊപ്പട്ടെ, ഞാൻ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി സഹായിക്കട്ടെ, ഹൗലിന് കൊടുക്കാം, മദ്രസയ്ക്ക് കൊടുക്കാം, ദീനി സ്ഥാപനങ്ങൾക്ക് കൊടുക്കാം, ലഅല്ലി അഅമലു സാലിഹാ, ഞാൻ സുകൃതം ചെയ്യാം, ഞാൻ വീഴ്ച വരുത്തിയിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെയാണ്, എന്നെ ഒന്ന് തിരിച്ചുവിട്. പറയും, വിളിച്ചു പറയും. അല്ലാഹു പറയും, വിടത്തില്ല, ഇനി അങ്ങോട്ട് പോകില്ല. കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, കേവലം മരണത്തിന്റെ മുഖത്ത് മാത്രം പറയുന്ന ഈ ഡയലോഗ് അല്ലാഹുവിന് സ്വീകാര്യമേ അല്ല. ദുനിയാവിൽ 60ഉം 70ഉം വയസ്സ് നിനക്ക് നൽകിയതല്ലയോ, അന്ന് നീ പരിശുദ്ധമായ ഖുർആനിനെ കളവാക്കിയവനല്ലയോ, മരണാനന്തര ജീവിതത്തെ പറ്റി ചിന്തയില്ലാതെ ദുനിയാവിന്റെ പിറകെ ഓടി നടന്നതായ മനുഷ്യനല്ലയോ. ഇന്ന് നിന്നെ മടക്കുകയില്ല. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ, ഇനി പുനർജീവിപ്പിക്കുന്ന നാൾ വരെ ഖബറെന്ന് പറയുന്ന ഭയാനകമാകുന്ന ലോകമാണ് നിന്റെ മുന്നിലുള്ളത്. ഇനി മറയുടെ ലോകമാണ്. ദുനിയാവിന്റെയും നാളത്തെ ലോകത്തിന്റെയും ഇടയിലുള്ള ഒരു മറ അല്ലാഹു നിനക്ക് നൽകുകയാണ്. അത് ഖബറാണ്. മഹ്ശറയ്ക്കും ദുനിയാവിനും ഇടയിലുള്ള ഒരു മറയുടെ ലോകം, ഭൂമിക്കടിയിലേക്ക് നിന്നെ കൊണ്ടുപോകാൻ ഇനി നീ എത്ര കൈകാലിട്ടടിച്ചിട്ടും കാര്യമില്ല.
അതുകൊണ്ട് ദുനിയാവിൽ വെച്ച് ചെയ്യാൻ പറ്റുന്നത് ചെയ്തോ. റജബ് എന്ന് പറയുന്ന മാസം തന്നെ ഷഹ്റുൽ ഇസ്തിഗ്ഫാർ എന്നാണ്, പാപമോചനത്തിന്റെ മാസമാണ്. അള്ളാഹുവിന്റെ മാസമായ ഈ മാസത്തിൽ ധാരാളം ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിക്കണം. അസ്തഗ്ഫിറുല്ലാഹൽ അദീം എത്ര ചെല്ലാൻ പറ്റുമോ അത്ര ചെല്ലണം, എണ്ണം വെക്കണ്ട, ഇഷ്ടം പോലെ തെളിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിലുണ്ട്, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യസ്തഗ്ഫിറു ലഹു ഫീ കുല്ലി യൗമിൻ 100 മറ, 100 വട്ടം ഇസ്തിഗ്ഫാർ ചൊല്ലും. ആര്? ഹബീബായ റസൂലുള്ളാഹി. കാന എന്ന പദം ദവാമിനെ കുറിക്കുമെന്ന് താജുദ്ദീൻ സുബക്കി റഹിമഹുല്ലാഹ് ജമുൽ ജവാമിൽ രേഖപ്പെടുത്തിയതാണ്. അഥവാ നിത്യമായി ചെയ്യും, ഒരു ദിവസം പോലും മുടങ്ങൂല, എല്ലാ ദിവസവും ചെയ്യുന്ന അമലാണ്, ഒരു ദിവസം പോലും മുടങ്ങൂല. അപ്പൊ നിത്യമായി ചെയ്തിരുന്ന അമൽ എന്ന് പറയുമ്പോൾ നബിതങ്ങൾ പാപ സുരക്ഷിതത്വം കിട്ടിയ നബിതങ്ങൾ തന്നെ 100 വട്ടം ചെല്ലിയെങ്കിൽ എത്ര നമ്മൾ ചെല്ലണം? 100 മുടങ്ങൂല എന്നർത്ഥം. നമ്മൾ അസ്തഗ്ഫിറുല്ലാഹ് നിസ്കാരം കഴിഞ്ഞ് 3 എണ്ണം ചെല്ലാൻ തന്നെ ആചാരില്ല, ആചാര്യ ഇറങ്ങി ഓടി, പേര് സുന്നി എന്ന പേര്. അല്ലാഹു മുളക്കാക്കട്ടെ. ഒരു